ദാമ്പത്യ ഭദ്രതയ്ക്ക്, സന്താന ദുഃഖത്തിനൊക്കെ എന്ത് വഴിപാടാണ് അയ്യപ്പസ്വാമിക്ക് ചെയ്യുക? പല നാളുകളായിട്ട് എന്താണ് സന്താനങ്ങളില്ല, അപ്പോൾ സന്താന ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ എന്താണ് ചെയ്യുക എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ സന്താന ദുഃഖം മറികടക്കാനും അതുപോലെ തന്നെ ദാമ്പത്യ ഭദ്രതയൊക്കെ ലഭിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? അയ്യപ്പസ്വാമിക്ക് ഉണ്ണിയപ്പം സമർപ്പിക്കുക. ഭക്തിപൂർവ്വം വിശ്വാസത്തോടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? സമർപ്പിക്കുക എന്ന് പറയാം. അതുപോലെ തന്നെ സന്താന ലബ്ധിക്ക് വേണ്ടി നമുക്ക് മണിസമർപ്പണമൊക്കെ ചെയ്യാവുന്ന വഴിപാടാണ് കേട്ടോ. അപ്പം മണിസമർപ്പണം എന്താണ്? സന്താന ലബ്ധിക്ക് ഉത്തമമായിട്ടുള്ള വഴിപാടാണ്. അതുപോലെ തന്നെ ഉണ്ണിയപ്പം എന്ന് പറയുന്നത് എന്താണ്? ദാമ്പത്യ ഭദ്രത ലഭിക്കുകയും അതുപോലെ തന്നെ സന്താന ദുഃഖത്തിൽ നിന്നൊക്കെ മുക്തിയൊക്കെ ലഭിക്കും കേട്ടോ. അപ്പം എന്ത് ചെയ്യുക? ഭക്തിപൂർവ്വം അയ്യപ്പസ്വാമിയെ മനസ്സൊരുക്കി വിളിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ആ വഴിപാടുകളൊക്കെ കഴിപ്പിക്കുക കേട്ടോ. ഇതിനൊക്കെ ഉപരി, വഴിപാടുകളൊക്കെ ഉപരി നമ്മളെ ഭക്തിയാണ് ഏറ്റവും ഉന്നതമായെന്ന് പറയുന്നത്. യഥാർത്ഥ ഭക്തിയുള്ള ഭക്തനെ എന്ത് ചെയ്യും? ഭഗവാൻ കൈവിടില്ല, എപ്പോഴും കൂടെ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ എന്താണ് ചലഞ്ചസ് ഒക്കെ ഉണ്ടാവും, എന്നാൽ ആ ചലഞ്ചസിനൊക്കെ മറികടക്കാനുള്ള ശക്തി ആര് തരും? തമ്പുരാൻ തരും ഉറപ്പായിട്ടും.